പ്രവൃത്തികളിൽ നമ്മൾ ഭയക്കുന്നുവെങ്കിൽ അവരുടെ കുടുംബത്തെ തൊട്ട് കളിക്കുകയാണ് ഏറ്റവും വേഗം ചെയ്യാൻ പറ്റുന്ന കാര്യം. കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ പിണറായി വിജയനാണെന്ന് പറയാൻ കൊച്ചു കുട്ടികൾക്ക് പോലും കഴിയും. കേരളത്തിലേക്ക് BJPയുടെ ഒരു തിട്ടൂരവും നടത്താൻ പിണറായി വിജയൻ ജീവനോടുള്ളപ്പോൾ സാധിക്കില്ല എന്ന് അവർക്ക് നന്നായി അറിയാം. അപ്പോൾ പിന്നെ ഏറ്റവും നല്ല വഴി അദ്ദേഹത്തിന്റെ നെഞ്ചിലിട്ട് ചവിട്ടുക എന്ന് തന്നെയാണ്. അതിന് കേന്ദ്രം പ്ലാനിങ് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ഒരു വഴിയുമില്ലാതെ ഇരിക്കുമ്പോഴാണ് മകൾ വീണ വിജയനെ കാണുന്നത്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംരംഭകയായ വീണയ്ക്ക് നേരെയായി കേന്ദ്രത്തിന്റെ പിന്നത്തെ നീക്കങ്ങളെല്ലാം. അതിന്റെ ആകെത്തുകയാണ് ഇപ്പോൾ വീണ വിജയൻ നേരെ നടക്കുന്ന ആരോപണവും കേസുകളും. വീണയുടെ കമ്പനിയും CMRL തമ്മിൽ നിയമപരമായ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇടപാട് നടന്നിരുന്നു. എന്നാൽ കമ്പനി കേസിൽ അകപ്പെട്ടപ്പോൾ വീണയും അതിൽ ഉൾപ്പെടുകയായിരുന്നു. സ്വാഭാവികം, മാവുള്ള മരത്തിലല്ലേ മാങ്ങ എറിയാൻ കഴിയൂ. എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണത്തെ BJP ഒരു ആയുധമാക്കുകയായിരുന്നു. SFIO അന്വേഷണം ആവശ്യപ്പെട്ട് BJP നേതാവായ ഷോൺ ജോർജ് ആണ് കോടതിയെ സമീപിച്ചതും അതിനുശേഷം കോടതിയിൽ നടന്ന നാടകവുമെല്ലാം ഇതിന്റെ ഭാഗമായിരുന്നു. പ്രതിപക്ഷവും BJPയും അവരെ അന്ധമായി വിശ്വസിക്കുന്ന ചില മാധ്യമ പ്രവർത്തകരുമാണ് വീണയ്ക്കെതിരെ ഇത്തരത്തിൽ പുകിലുകൾ ഉണ്ടാക്കുന്നത്. മാധ്യമങ്ങൾക്ക് മിക്കവാറും പണ്ട് മുത്തനാടിന്റെ പുറകെ പോയ ചെന്നായിയുടെ അവസ്ഥ വരുമെന്നാണ് തോന്നുന്നത്. ഈ കേസ് വ്യക്തികൾക്കെതിരെയുള്ള കേസല്ല, കമ്പനിയുടെ മേലുള്ള കേസാണ്. രാഷ്ട്രീയ നേതാക്കൾക്കും ഉത്സവ കമ്മിറ്റിക്ക് ഉൾപ്പെടെ കമ്പനി പണം നൽകിയിട്ടുണ്ട്. അതിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും പത്മജ വേണുഗോപാലും ഒക്കെയുണ്ട്. ഇവരെ ആരെയും പ്രതി ചേർക്കാതെ എഗ്രിമെന്റ് വെച്ച് AMC ഏറ്റെടുത്ത് നിയമപ്രകാരമുള്ള GSTയും ഇൻകം ടാക്സും നൽകിയ ആൾക്ക് എന്തുകൊണ്ട് വാർത്തയിൽ ഇടം കിട്ടിയെന്നത് തിരിച്ചറിയാൻ വലിയ പഠിപ്പൊന്നും വേണ്ട. 3 നേരം ചോറുന്നതിന്റെ സാധാ ബുദ്ധിമതി. രാജ്യത്തിന്റെ ചരിത്രത്തിൽ അത്യപൂർവമായിട്ടായിരിക്കും അഴിമതി ഇല്ലെന്ന ഒരു കേസിൽ 3 വിജിലൻസ് കോടതികൾ കണ്ടെത്തുന്നത്. ഈ കേസിൽ മുഖ്യമന്ത്രിയോ സർക്കാരോ ഭാഗമല്ലെന്നും കോടതി വിധി പറഞ്ഞതാണ്. അപ്പീൽ പരിഗണിച്ച് ഹൈക്കോടതിയും വിധി പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ഒരു കേസ് ഇത്തരത്തിൽ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് എന്നത് ആർക്കാണ് മനസ്സിലാവാത്തത്? വീണ വിജയനൊപ്പം ശശിധരൻ കർത്ത, CMRL ഫിനാൻസ് വിഭാഗം ചീഫ് ജനറൽ മാനേജർ സുരേഷ് കുമാർ എന്നിവരും പ്രതികളാണ്. അതേസമയം SFIO നാടകം രാഷ്ട്രീയ അജണ്ട എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തുകയുണ്ടായി. SFIO കേസ് നിയമപരമായി നിലനിൽക്കുന്നതല്ല. കേസിൽ വിശദമായ ഭാഗം കേൾക്കുന്നതിനിടയിൽ SFIO നീക്കം ഗൗരവമായി പരിശോധിക്കണമെന്നും വഴിവിട്ട ഒരു സഹായവും മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറയുന്നുണ്ട്. പ്രതിഷേധ സംഭവത്തിൽ പാർട്ടിയിൽ തൽക്കാലം ചർച്ചയില്ലെന്ന് കേന്ദ്ര നേതൃത്വവും വ്യക്തമാക്കുകയുണ്ടായി. കമ്പനിയും വ്യക്തിയും കേസ് നടത്തും, തെളിവുകൾ ഉണ്ടെങ്കിൽ പുറത്തുവിടട്ടെ, അപ്പോൾ ചർച്ച നടത്താം എന്നാണ് കേന്ദ്ര നേതൃത്വം പറയുന്നത്. കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത് രാഷ്ട്രീയ പ്രേരിത അന്വേഷണങ്ങളാണെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു. പിണറായി ലക്ഷ്യം വെച്ചാണ് ഈ നീക്കമെന്ന് പ്രകാശ് കാരാട്ടും ആരോപിക്കുകയുണ്ടായി. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതല്ല, ഇതിനപ്പുറവും സംഭവിക്കും. ഇതിലൂടെയൊക്കെ ശ്രമിക്കുന്നത് പിണറായി വിജയനെ എങ്ങനെ പൂട്ടാമെന്നാണെങ്കിൽ ഒന്നേ പറയാനുള്ളൂ, അതിമോഹമാണ് മോനെ ദിനേശ, അതിമോഹം.